കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രം. കല്ലാറ്റിലൂടെയുള്ള കുട്ടവഞ്ചി സവാരിയാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഭാഗത്ത് നദിയിൽ ആഴം കുറവാണ് എന്നതും വനത്തിന്റെ നടുവിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലുമാണ് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം ശ്രദ്ധ നേടുന്നത്. അവിടുത്തെ കാഴ്ചകളുമായി പ്രവീൺ പുരുഷോത്തമൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആനവണ്ടിയുടെ അടുത്താണ്. ഈ ആനവണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആനവണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലാണ്. നിങ്ങൾ എവിടെയുള്ള ആളുകളാണ്? നെടുമങ്ങാട്ടാണ്. എങ്ങനെയുണ്ട് ഈ ജില്ലയിലെ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കേരളം എന്ന് പറഞ്ഞാൽ തന്നെയും സൗന്ദര്യത്തിന്റെ കലവറയാണല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ ഇരുവശമുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം എന്താ ഇവിടെ ഒരു അനുഭൂതി തന്നെ ഉണ്ടായത്. കുട്ടവഞ്ചിയിലെ യാത്രയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവർണ്ണനീയമായ സംഭവമായിരുന്നു. ഈ ആനവണ്ടി എന്ന് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ടതാണല്ലോ. ആനവണ്ടിയിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര നല്ല യാത്രയായിരുന്നു. ഈ ആനവണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ടായിട്ട് ഇത് അലങ്കരിച്ചിരിക്കുന്ന കണ്ടില്ലേ, ബലൂണുകളൊക്കെ വെച്ച് എല്ലാവരും ആകർഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ആനവണ്ടി അലങ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബോർഡ് തന്നെ കണ്ടില്ലേ, ഉല്ലാസയാത്ര അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ കുട്ടവഞ്ചിയിൽ കയറിയപ്പോൾ ഒരു വ്യത്യാസം എന്താ തോന്നിയത്? വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം അധികം ആഴം ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ നമ്മളെ യാത്ര കൊണ്ടുപോകും. ഞങ്ങളെ കൂടെ വന്ന പുള്ളിക്കാരൻ വിൻസൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വളരെ നല്ല ഇതായിട്ട് ഞങ്ങളുടെ ഒരു വളരെ നല്ല ഉല്ലാസ യാത്ര പോലെ അർത്ഥവത്താക്കുന്ന ആ തരത്തിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അമ്മയ്ക്ക് പേടി തോന്നി? ഇല്ല പേടിയില്ല, നല്ല സുഖമായിരുന്നു. തല കറങ്ങിയോ? കറങ്ങിയപ്പോൾ ചെറുതായിട്ട് കറങ്ങണം തോന്നിയെങ്കിലും അത് തോന്നലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ചാരം? നല്ല യാത്രയായിരുന്നു. വിശേഷിച്ചും ഈ വനത്തിൻ്റെ മനോഹാരിത ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ഒരു പ്രത്യേകത, ഇവിടെ കല്ലാറ്റിന് ആഴം തീരെ കുറവാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കൊക്കെ, അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. കാരണം ആഴം കുറവായതുകൊണ്ട്. അങ്ങനെയല്ലേ? അതെ, ആഴം കുറവായതുകൊണ്ട് മാത്രമല്ല, കുട്ടവഞ്ചി കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബോട്ടിങ്ങിനെക്കാളും കുറച്ചുകൂടി നമുക്ക് അതിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന പോലെ. പിന്നെ യാത്രകൾ പൊതുവെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ KSRTCയിൽ, പക്ഷേ ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങൾ എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുക? എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? നമ്മൾ ഓരോ ട്രിപ്പ് ചാർട്ട് ചെയ്യും, എന്നിട്ട് അത് റൂട്ട് കിലോമീറ്റർ എല്ലാം വെച്ചിട്ട് എമൗണ്ട് ഫിക്സ് ചെയ്യും. എന്നിട്ട് അതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ഓൺലൈൻ മീഡിയാസ് വഴി അറിയിപ്പ് കൊടുക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചു വരും. ഇപ്പോൾ BTC ബഡ്ജറ്റ് ടൂറിസം സെൽ, അത് ഇപ്പോൾ ഒരു 2 വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 മുതൽ എല്ലാ ഡിപ്പോകളിലും പരമാവധി ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ കഴിഞ്ഞ ഓണക്കാലത്ത് റെക്കോർഡ് കളക്ഷനാണ് ഉണ്ടായത്. ധാരാളം വിനോദസഞ്ചാരികളാണ് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ പ്രകൃതി രമണീയതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പോൾ ഈ KSRTCയിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആനവണ്ടിയിലാണ് ഈ വിനോദസഞ്ചാരികൾ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം, ഒപ്പം ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.